AV ജയശങ്കർ അവിടെ നിന്ന് ചേരുന്നു. ജയശങ്കർ, ഏറ്റവും ഒടുവിൽ ഈ അപകടത്തിന് ശേഷം വിവരങ്ങളൊക്കെ മനസ്സിലാക്കിയ ശേഷം ആരോഗ്യമന്ത്രി നടത്തിയ വാർത്താ സമ്മേളനത്തിലും ഈ തുടക്കത്തിൽ ലഭ്യമായ വിവരങ്ങൾക്കനുസരിച്ച് പറഞ്ഞു അത് വീഴ്ച പറ്റിയിട്ടില്ല എന്നൊക്കെയാണ് വിശദീകരിച്ചത്. ഇപ്പോഴും ഈ ആളുകളെ പ്രവേശിപ്പിക്കാത്ത കെട്ടിടമെന്ന് അവകാശപ്പെട്ട ഈ ഇടത്തേക്ക് എങ്ങനെ രോഗികൾ അവരുടെ കൂട്ടിരിപ്പുകാരെത്തി? ഇക്കാര്യത്തിൽ മറുപടിയില്ല. അത് കൃത്യമായി അവിടെ അടച്ചു സൂക്ഷിക്കേണ്ട, അല്ലെങ്കിൽ ആളുകൾ പ്രവേശിക്കാതെ സൂക്ഷിക്കേണ്ടതിന് ഉത്തരവാദിത്തപ്പെട്ടത് ആരാണ്? അത് ഒരു സീനിയർ നേഴ്സാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ആരാണ് അതിൽ വീഴ്ച വരുത്തിയത് എന്ന മറുപടിയില്ല. ഒപ്പം ആദ്യഘട്ടത്തിൽ 2 മന്ത്രിമാരെയും ഇങ്ങനെ ആരും അതിനകത്തിൽ പെട്ടിട്ടില്ല, ആളുകൾ പ്രവേശിക്കാത്ത കെട്ടിടമെന്നൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചതാണെങ്കിൽ അത് ആര് നൽകിയ വിവരം? ഇതിനൊന്നും മറുപടി പറയുന്നില്ലല്ലോ. അതായത് ഗോകുൽ, ഈ ആദ്യഘട്ടത്തിൽ ഉദ്യോഗസ്ഥർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മാധ്യമങ്ങൾക്കുൾപ്പെടെ പ്രതികരണം നൽകിയെന്നാണ് ആരോഗ്യമന്ത്രി വീണ ജോർജും ഒപ്പം തന്നെ VN വാസവനും വാർത്താ സമ്മേളനത്തിൽ മാധ്യമങ്ങളോട് പറഞ്ഞത്. ആ ഘട്ടത്തിൽ ഇങ്ങനെ ഒരാൾ കുടുങ്ങിക്കിടക്കുന്നു എന്ന വിവരമുണ്ടായിരുന്നില്ല. അടിസ്ഥാനത്തിലാണ് ഇത്തരം കാര്യങ്ങൾ പങ്കുവച്ചത്. ജില്ലാ കളക്ടർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണം നടത്തും. ആ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ മേൽ നടപടികൾ സ്വീകരിക്കുമെന്നാണ് ആരോഗ്യമന്ത്രി ഉച്ചയ്ക്ക് വ്യക്തമാക്കിയത്. എന്തായാലും ജില്ലാ കളക്ടർ ഇതിനോടകം തന്നെ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ആരംഭിച്ചതായാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇതിന്റെ റിപ്പോർട്ട് അടിയന്തരമായി തന്നെ സർക്കാരിന് സമർപ്പിക്കുമെന്നും മനസ്സിലാക്കുന്നു. ഈ ആശുപത്രി സൂപ്രണ്ട് ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത് ഇങ്ങോട്ടേക്ക് രോഗികളെയും കൂട്ടിരിപ്പുകാരെയും പ്രവേശിപ്പിക്കാറില്ല എന്നായിരുന്നു. എന്നാൽ ആദ്യഘട്ടത്തിൽ സൂപ്രണ്ടിന്റെ പ്രതികരണം എന്ന് പറയുന്നത് അവിടുത്തെ ശുചിമുറി പ്രവർത്തിച്ചിരുന്നതാണ്. പിന്നീട് ആ പ്രതികരണത്തിൽ നിന്ന് സൂപ്രണ്ട് തത്വത്തിൽ മലക്കം മറിയുന്ന കാര്യമുണ്ടായി. മറ്റു കാര്യങ്ങൾ അങ്ങോട്ട് ഏതെങ്കിലും തരത്തിൽ രോഗികളോ കൂട്ടിരിപ്പുകാരോ പ്രവേശിച്ചിരുന്നോ എന്ന കാര്യം ആവർത്തിച്ച് ചോദിച്ചപ്പോൾ അക്കാര്യത്തിൽ അന്വേഷണം നടത്താം, പരിശോധിക്കാം എന്നൊരു മറുപടിയാണ് ഈ ആശുപത്രിയുടെ സൂപ്രണ്ട് എന്തായാലും വ്യക്തമാക്കിയത്. എന്തായാലും ഈ കാര്യത്തിൽ വലിയൊരു തരത്തിലുള്ള ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട്. രോഗികൾ ഉൾപ്പെടെയുള്ള ആളുകൾ, കൂട്ടിരിപ്പുകാരൊക്കെ തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞത്, മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞത് തെറ്റാണ്. അങ്ങോട്ട് ഈ തകർന്ന കെട്ടിടത്തിലേക്ക്, അതിലുള്ള ശുചിമുറിയിലേക്കൊക്കെ തന്നെ ആളുകളെ പ്രവേശിപ്പിച്ചിരുന്നു എന്നൊക്കെ തന്നെയാണ്. 2016 മുതൽ അപകടാവസ്ഥയുള്ള കെട്ടിടം പുതുക്കി പണിയാൻ കിഫ്ബി ഫണ്ട് ഉൾപ്പെടെ ഉപയോഗിച്ച് മറ്റൊരു കെട്ടിടം ഇതിനടുത്ത് തന്നെ പണിയുന്ന സാഹചര്യം. എന്നിട്ട് പോലും എന്തുകൊണ്ട് ഈ അപകടാവസ്ഥയിൽ കഴിഞ്ഞ 9 വർഷത്തോളമായി അപകടാവസ്ഥയുള്ള കെട്ടിടം പൊളിച്ചില്ല എന്നൊരു ചോദ്യം അത് അവിടെ തന്നെ അങ്ങനെ നിലനിൽക്കുന്നുണ്ട്. ആ ചോദ്യത്തിന് ഇതുവരെ ഉത്തരമായിട്ടില്ല. എന്തായാലും ഈ ആരോഗ്യമന്ത്രിക്കെതിരെ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള പ്രതിഷേധം തലസ്ഥാനത്തുണ്ടായി. മന്ത്രിയുടെ പത്തനംതിട്ടയിലെ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് നടത്തി. അങ്ങനെ സംസ്ഥാനത്തുടനീളം വലിയ പ്രതിഷേധം. ഈ മെഡിക്കൽ കോളേജ്, കോട്ടയം മെഡിക്കൽ കോളേജിലെ ബിൽഡിംഗ് തകർച്ചയുമായി ബന്ധപ്പെട്ട് എന്തായാലും ഉണ്ടായി. ഈ അപകടത്തിൽ ഒരു മരണമാണ് ഇപ്പോൾ നിലവിൽ സ്ഥിരീകരിച്ചിരിക്കുന്ന. ബിന്ദുവിന്റെ ഭൗതികദേഹം അല്പസമയത്തിനകം തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് വിട്ടു നൽകുമെന്നാണ് ആശുപത്രി അധികൃതർ നിലവിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ പോസ്റ്റ്മോർട്ടത്തിന്റെ അവസാനഘട്ട നടപടിക്രമങ്ങളാണ് നിലവിൽ ഈ കോട്ടയം മെഡിക്കൽ കോളേജിലെ തന്നെ മോർച്ചറിയിൽ നിലവിൽ നടക്കുന്നത്. കുറച്ച് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഈ ഭൗതികദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. അടുത്ത ബന്ധുക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ചാണ്ടി ഉമ്മൻ MLA ഈ ഭൗതികദേഹം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ആംബുലൻസിന് മുന്നിൽ തന്നെ നിലവിൽ നിലയുറപ്പിച്ചിരിക്കുന്ന സാഹചര്യമാണ്. എന്തായാലും ഇന്ന് ഈ ഭൗതികദേഹം നാട്ടിലുള്ള സ്വകാര്യ ആശുപത്രിയിൽ മോർച്ചറിയിൽ സൂക്ഷിച്ച ശേഷം നാളെ സംസ്കാരം ഉൾപ്പെടെയുള്ള ചടങ്ങുകളിലേക്ക് കടക്കുമെന്നാണ് ബന്ധുക്കൾ അടക്കമുള്ള ആളുകൾ നിലവിൽ അറിയിച്ചിരിക്കുന്നത്. ഈ ബന്ധുക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ നിലവിൽ മോർച്ചറിക്ക് മുമ്പിൽ ഈ ഭൗതികദേഹം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ഉള്ള കാത്തിരിപ്പിലാണ്. ആംബുലൻസ് ഉൾപ്പെടെയുള്ള ക്രമീകരണങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട്. എന്തായാലും ഇനി അടുത്ത ഘട്ടം ഇതിന്റെ വീഴ്ച ആർക്ക് എന്നതിനുള്ള ഉത്തരം ജില്ലാ കളക്ടർ റിപ്പോർട്ടിൽ തന്നെ ലഭ്യമാകുന്നതാണ് സർക്കാർ പറയുന്ന. റിപ്പോർട്ടിന് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പിലാണ് സർക്കാർ. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കും. അപ്പോൾ പോലും ഒരു തലത്തിലും വീഴ്ച സംഭവിച്ചിട്ടില്ല എന്നൊരു നിലപാടിൽ തന്നെയാണ് ആശുപത്രി അധികൃതരുള്ളത്. പക്ഷേ ഇങ്ങോട്ടേക്ക് ആളുകൾ കയറരുത്, അപായ സൂചന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നൽകില്ല എന്ന ചോദ്യത്തിന് കൃത്യമായ ഒരു ഉത്തരവും ലഭിക്കുന്നു. എന്തായാലും ഈ അപകടത്തിൽ ഒരു മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു. 2 പേർക്ക് പരിക്ക് പറ്റുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. സർക്കാരിനെ വലിയ പ്രതിരോധത്തിലാക്കുന്ന ഒരു സംഭവമായി തന്നെ കോട്ടയം മെഡിക്കൽ കോളേജിലെ ഈ കെട്ടിട തകർച്ച മാറി എന്ന് തന്നെ വേണം പറയാൻ. കാരണം സംസ്ഥാനത്ത് എല്ലാ മെഡിക്കൽ കോളേജുകളിലും അരക്ഷിതാവസ്ഥയാണ്, ക്രമീകരണങ്ങളില്ല എന്ന് കാണിച്ചുകൊണ്ട് UDF കഴിഞ്ഞ ദിവസമാണ് എല്ലാ മെഡിക്കൽ കോളേജുകളിലേക്കും പ്രതിഷേധ മാർച്ച് നടത്തിയത്. അതിന്റെ തൊട്ടടുത്ത ദിവസമാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇത്തരം ഒരു സംഭവം ഉണ്ടാകുന്നത്. എന്തായാലും പ്രതിപക്ഷവും ഇത് ആയുധമാക്കി കൂടുതൽ സർക്കാരിനെതിരെ കോപ്പ് കൂട്ടാനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ്. പ്രതിപക്ഷ നേതാവിന്റെ വാർത്താ സമ്മേളനത്തിൽ സർക്കാരിന്റെ വീഴ്ച എന്ന് തന്നെയാണ്. പ്രതിപക്ഷ സംഘടനകൾ, യുവജന സംഘടനകളും വിദ്യാർത്ഥി സംഘടനകളും ഒക്കെ വലിയ പ്രതിഷേധം, ആ പ്രതിഷേധത്തിന്റെ ഒരു ദൃശ്യം കൂടിയാണ് പ്രേക്ഷകർ കാണുന്നത്. മലപ്പുറത്ത് ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ കോലം കത്തിച്ച് പ്രതിഷേധിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. ഏതായാലും ഈ അപകടത്തിന് പിന്നാലെ ആ മലപ്പുറത്തെ ദൃശ്യങ്ങളിലേക്ക്.
ഏതായാലും ആരോഗ്യമന്ത്രിക്കെതിരെ, ആരോഗ്യ വകുപ്പിനെതിരെ, സർക്കാരിനെതിരെ വലിയ പ്രതിഷേധമാണ് ഈ കോട്ടയത്തെ അപകടം. അത് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയിൽ കാലപ്പഴക്കം ചെന്ന കെട്ടിടം അങ്ങനെ നിലനിൽക്കാനിടയാതെ അതിലേക്ക് ഉള്ളിലേക്ക് ആളുകൾ പ്രവേശിക്കാൻ അവസരമുണ്ടാക്കിയത്, അല്ലെങ്കിൽ അത് തടയാതിരുന്നത്, അപകട സാധ്യത മനസ്സിലാക്കാതിരുന്നതൊക്കെ വീഴ്ച എന്നത് വ്യക്തമാണ്. ഇനി ആർക്കെതിരെയാണ് അതിൽ നടപടി ഉണ്ടാവുക, അല്ലെങ്കിൽ ആ വീഴ്ച അത് തുറന്ന് സമ്മതിക്കുമോ, ഈ റിപ്പോർട്ടിലെങ്കിലും ആ വീഴ്ച ഏറ്റുപറയുമോ എന്നാണ് ഇനി അറിയേണ്ടത്. ഏതായാലും ഇപ്പോൾ കളക്ടർക്കാണ് അന്വേഷണത്തിന് ചുമതല നൽകിയിരിക്കുന്നത്.